പ്രിയമുള്ളവരെ, കരുവാരകുണ്ട് ഗാനോത്സവം എന്ന് പറഞ്ഞു പാട്ടുവണ്ടി വരുന്നതിന് കരുവാരകുണ്ട് പഞ്ചായത്തോ ഇവിടുത്തെ നാട്ടുകാരോ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഈ നാട് ഒരുമിച്ചുകൊണ്ട് സമാഹരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനൊരു അനുഭവം നമ്മുടെ കരുവാരകുണ്ടുകാരൻ ഒരു ഈ ജീവകാരുണ്യം കരുവാരകുണ്ടിൽ നിന്നും ഒരു പാട്ടുവണ്ടിയുമായി ഗാനോത്സവം എന്ന് പറഞ്ഞ് വരുന്ന വണ്ടിയുടെ ഉത്തരവാദിത്തം കരുവാരകുണ്ട് പഞ്ചായത്തിനോ ഇവിടുത്തെ നാട്ടുകാർക്കോ ആർക്കും തന്നെ ഇല്ല എന്ന് ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നു. അന്ന് കോട്ടക്കൽ തിരൂർ ഭാഗത്ത് അവർ കളക്ഷന് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു അനുഭവം ആണ് അവർ പങ്കുവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ആ ഗ്രൂപ്പിലുള്ള കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളും ഇത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള രീതിയിൽ ചർച്ച വന്നപ്പോൾ കരുവാരകുണ്ടിലെ ഒരു രോഗികൾക്കും ഇത്തരം ഒരാവശ്യം പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പാട്ടുവണ്ടി അയച്ചതായി യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വിഷയം നമ്മുടെ ബോർഡിന് മുൻപാകെ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഈ കഴിഞ്ഞ 15-ാം തീയതി ചേർന്നപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചത്. അതിൽ ഒരു വണ്ടിയും നിർത്തി ആ വണ്ടിയുടെ വലിയ കരുവാരകുണ്ട് എന്നുള്ള പേരാണ് വലിയ രീതിയിൽ കാണപ്പെടുന്നത്. നേരത്തെ അലി സംസാരത്തിൽ പറഞ്ഞു, ഈ രോഗിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഈ രോഗിയുടെ മറ്റുള്ള അഡ്രസ്സോ കാര്യങ്ങളോ നമ്മൾ ഈ അടിയിൽ കാണുന്ന കരുവാരകുണ്ടിന്റെ അത്ര വലിപ്പമില്ല. അപ്പൊ സ്വാഭാവികമായും ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരാള് കരുവാരകുണ്ടത്തെ ഒരു രോഗിയാണ് എന്നാണ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് കരുവാരകുണ്ടിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം പുറത്തു നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് തടയിടണം. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളൊക്കെ വന്ന് നമുക്ക് ഇതിന്റെ ഈ സർവകക്ഷിയുടെ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നഗരങ്ങളോടൊപ്പം ഇതിൽ അർപ്പിതമായിരിക്കുന്ന കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിനായി ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തെ രോഗികൾക്കും കരുവാരകുണ്ടിന്റെ ബോർഡ് വെച്ചാണ് പാട്ടുവണ്ടി അവിടെ എത്തിച്ചേരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് അറിയിക്കുന്നു. അതുപോലെ എല്ലാവരെയും ഉമർ, ഷീന, ഷീന മറ്റു മെമ്പർമാർ എല്ലാവരെയും സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും മുന്നിൽ ഇത് പ്രവർത്തിച്ചത് നമ്മുടെ ഇസ്മു കരുവാരകുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നിർത്തലാക്കണം എന്ന് പറഞ്ഞു മുമ്പിലുള്ളതും ഇസ്മു കരുവാരകുണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം കരുവാരകുണ്ട് പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇതിലില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നമുക്ക് ഒരാള് പറഞ്ഞത് ഏറ്റെടുത്ത് ചെയ്യുക എന്നല്ല, ഇതിലൊരു കയമ്പുണ്ട് എന്ന് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭരണസമിതി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ തോന്നിയത് കൊണ്ടാണ്. ചിലർക്കുണ്ടാവും ആരെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി സർവേഷകം കൂടണം, സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്കിത് പഠിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. അതെല്ലാം കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ട് വേണം നമുക്ക് ഓരോരുത്തരും ഇവിടെ മുന്നോട്ട് പോകാം. ഒരു സർവകക്ഷി യോഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. സുഹൃത്തുക്കളെ, ബാക്കി നേതാക്കൾ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചു. ആ രോഗി എവിടെയുള്ളതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം നമ്മൾ വഴിയിൽ നിന്നാണ് കാണുന്നത്. ചില ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ രോഗി ആര് എന്ന് ചോദിക്കുമ്പോൾ ഒരു വണ്ടി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പൊന്നമ്മ ടീച്ചർ, കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന നമ്മളുടെ ഇവിടെയുള്ള 50,000 ജനങ്ങൾക്കും ഈ ഒരു ചെറിയൊരു പ്രവർത്തനം ഒരു പേരുദോഷമാകുന്നുണ്ടോ എന്നൊരു സംശയം. എങ്ങനെയാണ് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമ്മുടെ കരുവാരകുണ്ടിന് വരുന്ന പേരുദോഷം ഒഴിവാക്കാം? അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം അവരോടൊപ്പം ഉണ്ടാകുകയും വേണം. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് മെമ്പർമാർ വരെ ബസ്സിൽ കയറി പിരിവെടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞു
തൊഴിലായി കൊണ്ട് നടക്കുകയാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി കമ്മീഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഏവരെയും അറിയിക്കുന്നു. മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഒന്നടങ്കം ഏത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഒപ്പം ഉണ്ടാവും. എന്നാൽ കരുവാരക്കുണ്ടിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾക്കുണ്ടാകാതിരിക്കുവാൻ കൂട്ടായി ചർച്ച ചെയ്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരു യോഗം കൂടിയത്. നല്ല ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അവിടെ ചർച്ച ചെയ്ത് അതിന്റെ ചെയർമാനും ഞാൻ അതിന്റെ കൺവീനറും നമ്മുടെ സാദിഖ് ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരള പോലുള്ള പ്രിയമുള്ളവരെ, അവരുടെ കൃഷിയിടമാണ് ഇത്. ചാരിറ്റിയുടെ മറവിൽ അവർക്ക് പകുതി 50% രോഗിക്കും 50% അവരുടെ കൂലിയുമായി. എങ്ങനെ ഇതിന് കണക്കോ പുസ്തകമോ ഒന്നുമില്ല. അത് പിരിച്ച രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവർക്കതൊരു സമാധാനമാകും. ഇതിന് കരുവാരക്കുണ്ട് പഞ്ചായത്തോ കരുവാരക്കുണ്ടിലെ ജനങ്ങളോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കൂടെയുള്ള പ്രിയപ്പെട്ട ജെയിംസ് മാസ്റ്റർ, സഹപ്രവർത്തകർ. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സബീർ അലി, കോൺഗ്രസിൻ്റെ നേതാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്ത് മുൻ നേതാവായിരുന്നു. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് ജില്ലയുടെയും തൊട്ടടുത്ത ജില്ലകളിലൊക്കെ പലവിധ സംസാരങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു പേര് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വരെ കരുവാരക്കുണ്ട് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് മറ്റുള്ളവരെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്, ഇവരെ എവിടെയൊക്കെയാണ് രോഗികൾ ഉള്ളത് എന്ന അന്വേഷണം നടന്ന് അവിടെയൊക്കെ പാട്ടുപാടി. പക്ഷേ ഞങ്ങൾക്കുള്ള ഇത് കരുവാരക്കുണ്ടിൻ്റെ ബോർഡ് വെച്ച് പാട്ടുവണ്ടി പോകുന്നതിലുള്ള അത് നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണോ പ്രയാസങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് അടുത്ത കാലത്താണ്. അത് ഒരു വലിയൊരു ചർച്ചയായിട്ട് വരികയും കരുവാരക്കുണ്ടിന്റെ ഒരു പൊതു പ്രശ്നമായി മാറിയപ്പോൾ അത് ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ച കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിനെ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഒറ്റ കാര്യമുള്ളതിൽ പറയാൻ, കരുവാരക്കുണ്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുവണ്ടിയും കരുവാരക്കുണ്ടിൽ നിന്ന് പോകാൻ പാടില്ല. കരുവാരന്റെ പേര് പറഞ്ഞു പോകണ്ട. ഈ സംസാരിക്കുന്നത് ജെ.കെ. കരുവാരക്കുണ്ട്. പാട്ടുവണ്ടി കരുവാരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാളും പോകണ്ട. ഇനി ആരെയും പോകുന്നുണ്ടെങ്കിൽ ഏത് പ്രദേശത്താണോ അവിടുത്തെ പേരും പറഞ്ഞുകൊണ്ട് അവർ പിരിക്കട്ടെ, നമുക്ക് എതിർപ്പില്ല. ആരുടെയും സ്വകാര്യപരമായിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല. ജയിക്കുക ഒക്കെ പറഞ്ഞു. ഞാൻ എൻ്റെതായ അഭിപ്രായമാണ്. നമ്മളെ സംബന്ധിച്ച് എനിക്കും അതേ അഭിപ്രായം. ഇനി കരുവാരക്കുണ്ടിനെ പ്രതിനിധീകരിച്ച് പാലിയേറ്റീവിന്റെ പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ ജയിക്ക് അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തുരുമ്പോട സഹോദരന്മാർക്ക് വേണ്ടി 1,60,00,000 നമ്മൾ പിരിച്ചത് പാട്ടുവണ്ടിയുടെ സഹായത്തോടെ ആയിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുനീറാക്ക് വേണ്ടി 44 ലക്ഷം രൂപ പിരിച്ചത് ഒരു പാട്ടുവണ്ടിയുടെ സഹായത്തോടെ ആയിരുന്നു അല്ല. പിന്നെ ഇവിടെ നിൽക്കുന്ന ഗാനോത്സവത്തിന്റെ പ്രസിഡന്റ് ചെർപ്പുളശ്ശേരിയിൽ ഇരിക്കുന്ന ഫാറൂഖ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാറൂഖാണ് പത്രസമ്മേളനം നടത്തുന്നത്. അതിൽ നമ്മുടെ ശശി പേര് പറയുന്നതിൽ യാതൊരു മടിയില്ല. ഒരു കരുവാരക്കുണ്ടുകാരനെയും അതിൽ കണ്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഒരു ചെക്കൻ പറയുകയുണ്ടായി, ഇതിൽ എല്ലാ ചാരിറ്റി പ്രവർത്തകരും കണക്കാണ്. അതിലൊരു പരാമർശം പാലിയേറ്റീവിനെ കുറിച്ച് വന്നു. പാലിയേറ്റീവ് പ്രവർത്തകരും എന്നാണ്. എനിക്ക് കുറെ ആളുകൾ വിളിച്ചു, സാദിഖാക്കും എളുപ്പം മറുപടി കൊടുക്കണം. ഞാൻ അവരോട് പറഞ്ഞ മറുപടി, സാദിഖിനോടൊക്കെ ഞാൻ പറഞ്ഞ മറുപടി,
അവനൊക്കെ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നു, ഇതിന് കരുവാരക്കുണ്ടിനോ പഞ്ചായത്തിനോ കരുവാരക്കുണ്ടിനോ നാട്ടുകാർക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് വീണ്ടും അറിയിക്കുന്നു. ഒരു സംഖ്യ അതിൽ പോയിരുന്ന ആളെന്നോട് എന്ത് പറഞ്ഞെന്ന് അറിയും. ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 3,000 രൂപ ഒരു വണ്ടിക്ക് എടുക്കും. പിന്നെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരാള് പായ്പിലുള്ള ആള് ഇറങ്ങുന്നത് ഓന്റെ ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ്. ഓരിറങ്ങിയാണ് ഓരോ പെരയ്ക്ക് പോയി. രണ്ടാമത്തെ ആൾ ഇറങ്ങുന്നത് മരുന്നിങ്ങാണ്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വലിയ ഈ പിരിവിൽപ്പെട്ടിരുന്ന മുൻപേ പിരിക്കാൻ ഇറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ സുഹൃത്തും ഒരു ബന്ധുവും കൂടിയാണ് എന്ന് അറിയിക്കുന്നു. ശിവൻ ഓന്റെ ബക്കറ്റും കൊണ്ട് മരുന്നിങ് ഇറങ്ങി. അല്ല, അങ്ങനെ ഗാനോത്സവത്തിന്റെ മുന്നിൽ പോയിക്കാണ്ട് വണ്ടി സൈഡാക്കി നിർത്തി അതിന്റെ മുകളിൽ ചെന്നുകാണ്ട് സംസാരം ഉണ്ടായി. ഇത് ശരിയല്ല, ഇതിൽ വന്ന പൈസ കംപ്ലീറ്റ് എടുത്തുകാണ്ട് എണ്ണണം. ഇതിൽ പെട്ട ആളും ഇതിലുണ്ട് കേട്ടോ. അന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളും ബന്ധപ്പെട്ട ആളൊക്കെ ഇതിലുണ്ട്. അതിൽ പിന്നെ ശിവനെ വിളിച്ചു. ശിവന്റെ ബക്കറ്റ് കൊണ്ട് ഇങ്ങോട്ട് വാ, ഇവിടെ എണ്ണണം എന്നാ പറയണത്. ശിവന്റെ ഇത്തരം പരിപാടിക്ക് കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഒരിക്കലും സഹകരിക്കില്ല എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് പ്രിയമുള്ളവർ. അല്ലാന്ന് ശിവനെ ഞാനൊന്ന് തല്ലു ചെയ്തതാണ് അവിടെ. അതിന്റെ മുകളിൽ വെച്ച് കണ്ട് അതും അറിയുന്ന ആളുണ്ട്. ആകും കുഞ്ഞാല വീണ്ടും അവിടെ ഉണ്ടായ വിഷയമൊക്കെ പാടാം. അങ്ങനെ ഞാൻ ഇന്ന് തിരിച്ചു പോകുന്നു. അല്ല, കണ്ടല്ല, അറിഞ്ഞിക്കണെന്നാ പറഞ്ഞത്. ഞാൻ കണ്ടിക്കണെന്നല്ല, അറിഞ്ഞിക്കണെന്നാ പറഞ്ഞ സംഗതി അറിഞ്ഞിട്ടില്ലേ? വീഡിയോ അല്പം കൂടിയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഇത് ഫുൾ എടുക്കുകയാണെങ്കിൽ ഒരു സിനിമ ഇറക്കാൻ മാത്രമുള്ള സംഭാഷണം നടക്കുന്നു. അവിടുന്ന് പോന്നു, വണ്ടൂർ പോയിക്കാണ്ട് ഷഹറിൽ പോയിക്കാണ്ട് അഡ്മിഷൻ എടുത്തുകാണ്ട് പിരിഞ്ഞു പോകുന്നു. അപ്പോഴാണ് ഇപ്പൊ അതിലേക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പിരിവ് വണ്ടി ചിരട്ടക്കുളത്ത് കണ്ട് കരുവാരക്കുണ്ടെന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഗ്രാനൈറ്റിന്റെ വർക്ക് എടുക്കുന്നുണ്ടാവും. അപ്പൊ ആ വീടിന്റെ ഉടമക്കാരൻ കരുവാരക്കുണ്ട് ഒരു പാട്ടുവണ്ടി ഇവിടെ വന്നിട്ടുണ്ടല്ലോ അറിയുന്ന ആൾക്കാരാണോ ചോദിച്ചു. ഓരോ ഫോട്ടോ ഒന്നും വിളിയാണ്. ഫോട്ടോ തന്നെ ശിവന്റെ ഫോട്ടോയാണ്, കണ്ണത്തുള്ള ശിവന്റെ ഫോട്ടോയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിക്കണം, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളിയെന്നും പറഞ്ഞു. അവിടുന്ന് നഗി കിട്ടുകയും ചെയ്തിട്ടുണ്ടായി. അടി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാരൊക്കെ പാടെ പിടിച്ച് കണ്ടാൽ നഗി പെരുമാറിയാണ്ട് വിട്ടിട്ട്. അത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം വീഡിയോ കൂടുതലായതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷിനുവിന്റെ അതേമാതിരി ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവിടുന്ന് വന്നുകാണ്ട് എന്റെ മോളോടെ വന്നുകാണ്ട് പറഞ്ഞു അങ്ങനെ ആവശ്യമുണ്ട്. ഷീന ജിൻസ് മാഡം ഉണ്ടാവും, അതിൽ ബന്ധപ്പെട്ട ആള് ഓരോ പാടെന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ കുറച്ച് ആളുകൂടി ഉണ്ട്. ഫസ്റ്റത്തെ ദിവസം രാജീവുണ്ട്, സമ്പത്തുണ്ട്. ഫസ്റ്റത്തെ ദിവസം തന്നെ പൂക്കോട്ടുംപാടത്ത് വെച്ചിട്ട് അന്ന് ഞാൻ പോയില്ല. ഞാൻ അന്ന് പോയിട്ടില്ല. ഇവരൊക്കെ പാടെ പൂക്കോട്ടുംപാടത്ത് പിരിക്കാൻ പോയാണ്. കിട്ടിയത് നമ്മളെ അറിയിച്ച സംഖ്യ അവരുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള പൈസ നമ്മുടെ ആ രോഗിയുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാനുണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ എൻ്റെ വാർഡിൽ തന്നെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അയാളുടെ കൊച്ച് ഭിന്നശേഷിക്കാരിയാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ഇരുവിക്കലുകളും കംപ്ലൈന്റ് ആയിട്ടുണ്ട്. നടക്കില്ല എന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്.